പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്നും എത്തിച്ചേർന്ന് നിൽക്കുന്നത് മീരാസ് കിച്ചണിൽ തന്നെയാണ്. നമ്മുടെ ഒപ്പം ഇന്നുള്ളത് അവിടുത്തെ പ്രശസ്തനായ ഷെഫ് ആൻ്റണിയാണ്. ആൻ്റണി നേരത്തെ എപ്പിസോഡിലൊക്കെ വന്നിട്ടുണ്ട്. വീണ്ടും ആൻ്റണിക്ക് ഞാൻ റിയൽ ടേസ്റ്റിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമസ്കാരം. ആൻ്റണിയുടെ കൈപുണ്യം ഭയങ്കര പ്രശസ്തമാണ്. അപ്പം നമുക്ക് ഷെഫിൻ്റെ വിശേഷങ്ങൾ എന്തെങ്കിലും കുറച്ച് ചോദിച്ചറിയാം. ഷെഫ് ഇതിനു മുമ്പ് എവിടെയായിരുന്നു, ഷെഫിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എവിടെയാണ് പഠിച്ചത് എല്ലാം നമുക്കൊന്ന് അറിയാം അല്ലേ? ആൻ്റണി അപ്പോൾ എവിടെ ഇത് ബേസിക്കലി പഠിച്ചിട്ടുണ്ടോ? എങ്ങനെയാ പ്രൊഫഷണലി പഠിച്ചിട്ടുണ്ടോ? പ്രൊഫഷണലി കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ ആദ്യം എവിടെയായിരുന്നു ജോലി? ആദ്യം അപ്പോയിന്റ്മെന്റ് എവിടെയായിരുന്നു? നാട്ടിൽ തന്നെയായിരുന്നു. നാട് തിരുവനന്തപുരത്ത് ആണ്. ഓക്കെ, തിരുവനന്തപുരത്താണ് ഷെഫിന്റെ നാട്. നല്ല കൈപുണ്യമുള്ള ആളുകളുടെ സ്ഥലമാണ്. തിരുവനന്തപുരം പുല്ലോള എന്ന എന്റെ സ്ഥലത്തിന്റെ പേര്. അവിടെ പ്രഷറോട് പറഞ്ഞു പുല്ലോള സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അത്ര ഒക്കെ ഉള്ളൂ. കോളേജിലൊന്നും പോയിട്ടില്ല. അതിനുശേഷം എവിടെയായിരുന്നു? ഗൾഫിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ഗൾഫില് ലുലുവിലാ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ദുബായില് ലുലുവിൽ വർക്ക് ചെയ്ത ആളാണ്. മസ്കറ്റിലായിരുന്നു, ഒമാനിലുണ്ടായിരുന്നു. ഇങ്ങനെ എന്താ പറയണ്ടേ, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പറന്നു നടന്ന ഒരുപാട് പേർക്ക് ഈ രുചി അറിയാൻ, ഈ കൈപുണ്യം അറിയാൻ ഭാഗ്യം സിദ്ധിച്ചവർ ഒരുപാട് പേരുണ്ടെന്ന് തന്നെ പറയാം. അപ്പം ഷെഫ് ഇന്ന് എന്താണ് സ്പെഷ്യൽ ആയിട്ട്, ഇന്ന് എന്താണ് ഷെഫ് പ്രേക്ഷകർക്കായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് ചെയ്യാൻ പോകുന്നത് കരിമീൻ മാങ്ങാക്കറി. കരിമീൻ മാങ്ങ ഇട്ട് തേങ്ങാപ്പാലില് ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന സ്പെഷ്യൽ ഡിഷാണ് ഇന്ന്. നാടൻ വിഭവമാണ്. അതെ, അത് നാടനാണ് അല്ലേ? നമ്മള് നേരത്തെ ഉള്ള എപ്പിസോഡിലൊക്കെ നമ്മള് നാടൻ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് നാടൻ ഇന്ന് ഷെഫ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ? എന്തായാലും ഷെഫ് ആയതുകൊണ്ട് എനിക്ക് ഗ്യാരണ്ടി ഉണ്ട് അടിപൊളി ആയിരിക്കും എന്നുള്ളത്. അതും പ്രത്യേകിച്ച് തേങ്ങാപ്പാലായതുകൊണ്ട് അല്ലേ, പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് കരിമീൻ തന്നെയാണല്ലേ ഷെഫ് ഇതിന് ഉപയോഗിക്കുന്നത്? കരിമീൻ അല്ലാതെ ബാക്കി ഫിഷുകളൊക്കെ ഇപ്പൊ കസ്റ്റമർ പറഞ്ഞാല് കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും. കരിമീനോ നെയ്മീനോ അവര് പറയുന്ന മീന് ചെയ്യാം. നെയ്മീൻ ഇതിൽ യൂസ് ചെയ്യാം. അതുപോലെ നല്ല തിക്കായിട്ടുള്ള ഇപ്പൊ കാളാഞ്ചി അല്ലേ, അങ്ങനത്തെ മീനുകൾ ഇതിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഏറ്റവും ടേസ്റ്റ് കരിമീൻ തന്നെയായിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം. കരിമീൻ എങ്ങനെയാണ് തേങ്ങാപ്പാലും മാങ്ങയും ഒക്കെ ഉപയോഗിച്ച് നല്ല ഒരു അടിപൊളി ഗ്രേവി അല്ലേ? ഇത് ചോറിന് നല്ലതാണ്, ചപ്പാത്തി അല്ലേ, ദോശയ്ക്ക്, ഇപ്പൊ കപ്പ വേവിച്ചതിന്, അപ്പം, എല്ലാത്തിലും ഭയങ്കര ഒരു ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഐറ്റം അല്ലേ ഇതിവിടെ. അപ്പൊ എന്താ ആന്റണി, നമ്മൾ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യണ്ടേ? മീനിന് എന്തൊക്കെയാ പെരട്ടി വെച്ചിരിക്കുന്നത് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാവോ? സാധാരണ നമ്മള് നാടൻ മസാലയാ ഇത്. മഞ്ഞപ്പൊടി, മുളക് പൊടി, നാടൻ മസാലയാണെന്നാണ് ഷെഫ് പറഞ്ഞിരിക്കുന്നത്. വിനിഗർ ലേശം, ലെമൺ അല്ലെങ്കിൽ വിനിഗർ ഒഴിക്കുക. മുളക് പൊടി ആഡ് ചെയ്തിട്ടുള്ളത് ലേശം വിനിഗർ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. മുളക് പൊടി ആവശ്യത്തിന്, ഉപ്പുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്. നമ്മൾ മസാല, ഗരം മസാല വലിയ ഒന്നുമില്ല, അതൊന്നും ചേർക്കരുത്. മീനിന്റെ ആ ഒരു എന്താ പറയുക നാച്ചുറൽ ടേസ്റ്റേ മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അല്പം നാരങ്ങാ നീര് അല്ലെങ്കിൽ വിനീഗർ ഒരു ഓപ്ഷൻ അല്ലേ. വിനാഗിരി ചേർക്കണം ഇഷ്ടമുള്ളവർക്ക് വിനാഗിരി ചേർക്കാം, അല്ലെങ്കിൽ നാരങ്ങാ നീര് ചേർത്ത്. അപ്പം മീനിന്റെ ആ ഒരു ഫ്ലഷ് നല്ല സോഫ്റ്റ് ആവും. എത്ര നേരം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നോ അത്രയും ഇത് സോഫ്റ്റ് ആവും അല്ലേ? അപ്പൊ ഇത് ഇവിടെ നല്ലപോലെ മൂവ് ചെയ്യുന്ന ഒരു ഐറ്റം അല്ലേ. ഒരുപാട് ഓർഡർ ഉണ്ടല്ലേ ഇതിന്. ഓൺലൈൻ ഓർഡർ ആണെങ്കിലും കൂടുതലും കരിമീൻ തേങ്ങാപ്പാൽ കറി എന്നാണ് ആ മെനുവിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര മൂവിങ് ആണെന്ന് ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ നല്ല കഴിക്കാനാണെങ്കിലും വരുന്ന ആളുകളാണെങ്കിലും ഒരുപാട് പേര് പറയുന്നുണ്ട് നല്ലൊരു അടിപൊളി ഐറ്റമാണ്. നമുക്കിതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഷെഫ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഇപ്പം മാരിനേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ആദ്യം എന്താ ചെയ്യുന്നത് ഷെഫ് ഇവിടെ? കടായി കത്തിക്കുക. ഓക്കെ. ഫ്രൈ പാൻ കത്തിച്ച് ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്യുക. ആദ്യം മീൻ ഒന്ന് ഡീപ് ഫ്രൈ അല്ല അല്ലേ, ചെറിയ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്. നമ്മൾ ഏതെണ്ണ ഇതിൽ ഉപയോഗിക്കുന്നത്? വെജിറ്റബിൾ ഓയിലോ കോക്കനട്ട് ഓയിലോ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഷെഫ് ഇതിലിപ്പോൾ കുറച്ച് വെജിറ്റബിൾ ഓയിൽ അങ്ങോട്ട് കാണിച്ചു, അവരെ കാണിച്ചു. അപ്പോൾ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് ഷെഫ് ഇതൊന്ന് ലൈറ്റ് ആയിട്ടല്ലേ, ഭയങ്കര ഇങ്ങനെ കരിച്ചെടുക്കണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മൾ
മീൻ ഫ്രൈ ചെയ്യുന്ന ആ ഒരു ടെക്സ്ചറിലേക്ക് മാറ്റി വേണ്ട, മുക്കാൽ ഭാഗം ആയി കിട്ടിയാൽ മതി, ഒത്തിരി ഡ്രൈ ആകാനും പാടില്ല. കാരണം വീണ്ടും ആ തേങ്ങാപ്പാലിൽ കിടന്ന് നല്ല സോഫ്റ്റ് ആവുമല്ലോ ഇത്. തേങ്ങാപ്പാലിന്റെ ഒരു ഗ്രേവിയിലേക്കാണ് നമ്മൾ ഈ വറുത്ത മീനിനെ അങ്ങോട്ട് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പൊ തന്നെ നല്ല സോഫ്റ്റ് ആവും ഒരു അവസാനം. അപ്പൊ ഷെഫ് ഇതില് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് മീനിട്ടിട്ട് മീനിനെ പൊരിച്ചെടുക്കാം. നമ്മളിത് ഒരെണ്ണം മാത്രമാണ് കാണിക്കുന്നത്. എത്ര മീൻ വേണം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് ഒരേ സമയം 3, 4, 5 വലിയ പാനിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഈ ഒരു ഡിഷ് ശരിക്കും നമ്മുടെ കേരളത്തിലെ മാത്രമല്ലേ, കേരളത്തിന്റെ ഒരു പ്രത്യേക വിഭവമല്ലേ കരിമീൻ എന്ന് പറയുന്നത് അല്ലേ? ഇപ്പൊ പുറത്തൊക്കെ ഇപ്പൊ ഷെഫ് വർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ കരിമീനായിട്ട് കിട്ടാറുണ്ടോ? അതായത് എൻ്റെ ഡൗട്ട് അതാണ്. ഇപ്പം ഗൾഫ് കൺട്രീസിലൊക്കെ മസ്കറ്റിൽ വർക്ക് ചെയ്തു, ഒമാനിൽ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഈ ഒരു ഫ്രഷ് കരിമീനാണോ കിട്ടുന്നത്? നമുക്ക് കിട്ടുന്ന ഫ്രഷ്നെസ്സിൽ ഒരിക്കലും ഇല്ലല്ലേ? അത് തന്നെ. അപ്പൊ ആ ഒരു രുചി അറിയാൻ ഭാഗ്യം ചെയ്തവര് നമ്മള് കേരളക്കാരല്ലേ? അതെ, ശരിയാ. ഇപ്പൊ ഇവിടെ ആണെങ്കിലും ഇപ്പൊ നമ്മൾ കരിമീൻ വാങ്ങാൻ പോകുമ്പം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, കരിമീൻ തന്നെ 2 തരമുണ്ട്. അതായത് മംഗലാപുരത്തുനിന്ന് വരുന്ന ഒരു തരം കരിമീനുണ്ട്, ഇവിടെ ഈ നാട്ടിലെ നമ്മുടെ പിടിക്കുന്ന പുഴയിലെ കരിമീനുണ്ട്, പിന്നെ കെട്ടിലെ കരിമീൻ, വളർത്തുന്ന കരിമീൻ. അതിന് ഭയങ്കര ടേസ്റ്റാന്നാണ് പറയുന്നത്. ചിലർ പറയും ഒരു ചേറിൻ്റെ മണ്ണിൻ്റെ ടേസ്റ്റ് ഇത് വരും എന്ന് പറയും. പക്ഷെ അത് നമുക്ക് എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതങ്ങ് മാറുമല്ലോ അല്ലേ? അതങ്ങ് മാറിപ്പോകും. നല്ലപോലെ മസാലയിട്ട് ഉപ്പും വിനീഗറും ഒക്കെ നന്നായിട്ട് അപ്പൊ അതൊന്നും അറിയില്ല, എടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്രഷ്നെസ് ആയിട്ട് കിട്ടും. പുഴമീനാണ് പൊതുവെ അല്ലേ കരിമീൻ എന്ന് പറയുന്നത്? പുഴമീനാണ്. അതെ, കരിമീനാണ് നമ്മുടെ കേരളത്തിന്റെ അല്ലേ? എനിക്ക് തോന്നുന്നത് കേരളത്തിന്റെ മീൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് പേൾ സ്പോട്ട് അല്ലേ കരിമീൻ. അപ്പോൾ ഭയങ്കര രുചിയിലെ രാജാവാണ് കരിമീൻ. കരിമീൻ വെറുതെ പൊള്ളിച്ചെടുത്താൽ ഇലയിൽ വാഴയിൽ പൊള്ളിച്ചെടുക്കുന്നത് എത്ര വെറൈറ്റി ഡിഷസ് ആണല്ലേ കരിമീൻ കൊണ്ട് ഉണ്ടാക്കാവുന്നത്. അപ്പോൾ ഇങ്ങനെ ഫുള്ളി നമുക്ക് എണ്ണയിൽ മാത്രം വറുത്തെടുക്കുന്ന ഇവിടെ വാഴയിൽ പൊള്ളിച്ചെടുക്കുന്ന സ്പെഷ്യൽ ഡിഷാണെന്ന് ഇപ്പോൾ ഷെഫ് പറയുന്നു. അതായത് വാഴയിലയിലാണ് ഇതെല്ലാം കൂടെ. ഇപ്പം ഇങ്ങനെ കരിമീൻ അപ്പം അതിനും കരിമീൻ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്യുന്നുണ്ട്. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അത് നമ്മൾ വാഴയിലയിൽ വാട്ടിയ വാഴയിലയിൽ മസാലയല്ല. അതിന് എന്തൊക്കെ മസാലയാണ് നമ്മൾ എടുക്കുന്നത്? സീക്രട്ട് മസാലയാണ് കണ്ടോ? അതാണ്. എന്നാലും നമുക്കത് ഒരു ദിവസം ഡെഫിനറ്റ്ലി ഷെഫിനെ കൊണ്ട് അത് പുറത്ത് കൊണ്ടുവരണം അല്ലേ? നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷെഫിൽ നിന്ന് ആ രഹസ്യങ്ങൾ നമുക്ക് ചോർത്തിയെടുത്ത് സ്പെഷ്യൽ വിഭവമായ വാഴയിലയിൽ പൊതിഞ്ഞ കരിമീൻ പൊള്ളിച്ചത് അല്ലേ നമുക്ക് നോക്കാം. ഷെഫിനെ ഒന്ന് പയ്യൊന്ന് സോപ്പിട്ട് നോക്കട്ടെ, ആ സീക്രട്ട് റെസിപ്പി കിട്ടുമെന്ന് നോക്കട്ടെ. ഏതായാലും ഈ തവണ നമുക്ക് ഇതുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമെന്നുള്ള അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ തേങ്ങാപ്പാൽ മീൻ വറുത്ത കരിമീൻ കറിയിൽ നമുക്കിന്ന് സന്തോഷിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പോൾ കരിമീൻ ചെറിയ തീയിലാണ് ഷെഫ് വറുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് പൊള്ളിച്ചെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഷെഫ് നമുക്ക് ഇതിനകത്ത് തേങ്ങാപ്പാലാണ് ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ? കാരണം ആ തിക്നെസ് നമ്മൾ പവർ മിൽക്ക് കൊള്ളില്ലല്ലോ, പശുമ്പാല് അല്ലേ? ഒരു നിവൃത്തി ഇല്ലാത്ത ഘട്ടത്തിലല്ലേ ചിലപ്പം തേങ്ങാപ്പാല് ഇല്ലാതെ വരുന്ന സാഹചര്യമാണെങ്കിൽ എന്നാലും പശുവിന്റെ പാലിന് അതായത് കവർ മിൽക്കിന് ആ തിക്നെസ് കിട്ടുന്നില്ലല്ലോ അല്ലേ? തേങ്ങാപ്പാലിന്റെ ആ ഒരു തിക്നെസ്സിൽ ഇതിങ്ങനെ മാങ്ങയും എല്ലാം കൂടെ വെന്ത് കിടക്കുക എന്ന് പറയുമ്പോൾ അതൊരു ആ രുചി ഒരു പ്രത്യേക രുചിയാണ്. അപ്പൊ ഇത് നമുക്ക് ഓഫ് ആക്കാം അല്ലേ? ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തൊന്ന് മാറ്റി വെക്കാം. കരിമീൻ കരിമീൻ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പം അങ്ങനെ അത്രയും ഫ്രൈ ആയിട്ടില്ല ഇത്. കാരണം കംപ്ലീറ്റ്ലി
ഇങ്ങനെ ഒരു ഫുള്ളി ഫ്രൈഡ് ആയിട്ട് എടുക്കണ്ട, അതിലൊരു കുറച്ച് മുമ്പായിട്ട് നമുക്കിത് എടുക്കാം. കാരണം ഓൾറെഡി ഇനിയും ഇത് അടുത്തൊരു കുക്കിംഗ് കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് ഇത് കുറച്ചും കൂടെ ഒന്ന് സെറ്റ് ആയിക്കോളും. നമ്മളിതാ ഷെഫ് ഫിഷ് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ മസാല റെഡിയാക്കാം. നമ്മൾ അത് പറഞ്ഞു എന്തൊക്കെയാ വെജിറ്റബിൾ നമ്മൾ അതിലും ഉപയോഗിക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണ അല്ല ഉപയോഗിക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, വെജിറ്റബിൾ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ ലേശം ഒഴിക്കുക. ഫ്രൈ ചെയ്ത ഓയിൽ ഷെഫ് മാറ്റിയല്ലേ? ഇനി വേറെ നല്ല ഫ്രഷ് ഓയിലാണ് ഷെഫ് വേറെ എടുക്കുന്നത് ചെയ്യുന്നത്. കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. അപ്പൊ അതിൽ കടുക് പൊട്ടിക്കുവോ? കടുക് പൊട്ടിക്കും. കടുകും ചെറിയ ഉള്ളിയും. കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളിയും അരിഞ്ഞത്. ഷെഫ് സവാള വേറെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചെറിയ ഉള്ളി വേറെ സെപ്പറേറ്റ് ആണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. രണ്ടിന് രണ്ട് രുചി, അതുകൊണ്ടാണ്. അപ്പോൾ ഷെഫ് ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് എന്നോട് പറഞ്ഞു ചെറിയ ഉള്ളി അരിഞ്ഞത് തന്നെ വേണം കടുക് വറുക്കാൻ എന്ന് പറഞ്ഞു. സവാള അരിഞ്ഞ് കടുക് വറുത്ത് കഴിഞ്ഞാൽ എൻറ്റയർലി ആ ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് ചെറിയ ഉള്ളി തന്നെ വേണം. കടുക് ഇടുന്നുണ്ട്. കടുകിട്ട് പൊട്ടിച്ചു. ഇനി അത് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ചെറിയ ഉള്ളി ഇടും. അതിൽ കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, കുറച്ച് ഗാർലിക്, ലേശം ഓണിയൻ. ഓക്കെ, ആദ്യം ചെറിയ ഉള്ളി ഇടും, അതിനുശേഷം ഗാർലിക് ഇടും അല്ലേ? ഓക്കെ, അത് ശരി. ചെറിയ ഉള്ളി ഇട്ടു, ഗാർലിക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ടു. ഇതിൽ നമ്മൾ ഇഞ്ചി ഇടും, പക്ഷേ ഇത് ഇഞ്ചി ലേശം ഇഞ്ചി ഒരു കുറച്ച് പേരിന് മതി. നമ്മൾ ഷെഫ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുമോ? അതൊരു ഓപ്ഷനിലാണ്. ചിലർ ചേർക്കും, ചിലർ പറയും വേണ്ട, മീനിന്റെ തനതായ രുചി മതിയെന്ന്. കോസ്റ്റൽ ഏരിയയിലുള്ളവരൊക്കെ പ്രത്യേകമായിട്ട് പറയാറുണ്ട് മീനിന്റെ രുചി കളയരുതേ, നിങ്ങളുള്ള ഇഞ്ചി വെളുത്തുള്ളി ഉലുവയും എല്ലാം ചേർത്ത്. ഇപ്പോൾ കോട്ടയം സൈഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ ഒരുപാട് സാധനങ്ങൾ മാരിനേറ്റ് ചെയ്യും മീനിൽ. അപ്പോൾ മീനിൻ്റെ ആ ഒറിജിനൽ രുചി തന്നെ മാറിപ്പോകുന്നുണ്ട്. പക്ഷേ എറണാകുളം സൈഡിലോട്ട് ഞാൻ വന്നിട്ട് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഇതാണ്, അവരൊന്നും മീനിൽ ചേർക്കാൻ സമ്മതിക്കില്ല. ഇതെന്ത് എക്സ്ട്രാ ചേർത്താലും പറയും മീനിൻ്റെ ആ രുചി കളഞ്ഞു എന്ന് പറയും. അപ്പം മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടിയാണ് സാധാരണ മീനിൽ ചേർക്കാറ്. അപ്പം നമ്മളിവിടെ അപ്പോൾ ഷെഫ് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്തത് ഒന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്തു. അതിനുശേഷം നന്നായിട്ട് ഒരു സവാള ഉണ്ടോ? ഒരു സവാള കൊത്തി എരിഞ്ഞതുണ്ട്. ഒരു സവാള ഫുള്ളായിട്ട് ഇടുന്നില്ല. ഇല്ലില്ല, ഓക്കെ, നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി. ഒരു സവാള നന്നായിട്ട് കൊത്തിയരിഞ്ഞ് ഇതിലായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി എന്താ ഇടണ്ടേ? ഇനി നമ്മൾ ഇത് ഒന്ന് ഷോർട്ടായി വന്നതിന് ശേഷം ഇതിനകത്ത് ഈ അതെ മഞ്ഞപ്പൊടി, ശേഷം മുളക് പൊടി, ഉപ്പ്. മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ് നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഇല്ലെന്ന് തോന്നുന്നു. മല്ലിപ്പൊടി ചേർക്കത്തില്ല. മല്ലിപ്പൊടി വരുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഗരം മസാല ഒന്നും ഇതിൽ ചേർക്കില്ല. ഉപ്പ് അല്ല, നമ്മുടെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് ചേർക്കുന്നത്. നമ്മളിതിൽ പച്ചമുളക് ഇടുമോ? ഇപ്പൊ ഈ സമയത്ത് പച്ചമുളക് ഇടും. പച്ചമുളക് ഇപ്പൊ ഇടുന്നുണ്ടോ? പച്ചമുളക് ചേർക്കാം. 2 കറിവേപ്പില ഇടാം. പച്ചമുളക് 2-3 ഇതിൽ നമുക്ക് കീറിയത് ചേർക്കാം. അതിപ്പം നമുക്ക് എരിവിന് ഇഷ്ടം അനുസരിച്ച് കേട്ടോ. കറിവേപ്പില ഇടുന്നുണ്ട്. പച്ചമുളക്, മുളക് പൊടി, ഇത് രണ്ടും നമ്മുടെ ഫാമിലിയുടെ സ്പൈസി, എത്ര സ്പൈസ് ഇഷ്ടമാണോ അതിനനുസരിച്ച്. ഓയിൽ ഇപ്പം ലേശം കുറവാണെന്നാ തോന്നുന്നത്. അത്രയും ഒഴിക്കണ്ട, മതി. ശരി, നമ്മൾ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു സോട്ട് ആവാൻ വേണ്ടിയിട്ട്. കാരണം ഇത് കളർ മാറി പോകരുത്, അതിന് വേണ്ടിയിട്ടാണ്. പ്രായം തോന്നുന്നു അല്ലേ? ഇതിപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൗഡർ ചേർക്കാം, മസാലപ്പൊടികൾ ചേർക്കാം. ഇതിനി നന്നായിട്ട് വഴന്നു, ഒട്ടും ബ്രൗൺ ആയി പോകണ്ട, നന്നായിട്ട് ആ പച്ചമണം മാറി. അപ്പം നമുക്കിനി ഇതിലേക്ക് പൊടികൾ ഷെഫ് ചേർക്കുവാണ്. മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി ലേശം മതി, ലേശം മഞ്ഞപ്പൊടി ചേർത്തു. നല്ലപോലെ മുളക് പൊടി, അത് നമുക്ക് എരിവിനനുസരിച്ച് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർക്കാം.
മുളക് പൊടി ചേർത്തു. ലേശം വീണ്ടും നന്നായിട്ട് സോട്ട് ചെയ്യുവാണ്. ലേശം ഉപ്പ്. ഒരു എല്ലാ സ്റ്റെപ്പിലും ഉപ്പ് ചേർക്കുമ്പോൾ എല്ലാത്തിലും പിടിക്കും. ഈ ഓണിയനിലൊക്കെ ചിലർ ഉപ്പ് ചേർക്കല്ല, സാധാരണ ചിലർ കറി എല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴേ ഉപ്പ് ചേർക്കുന്നത് അല്ലേ. പക്ഷേ ഈ ഒരു സ്റ്റെപ്പിൽ ഉപ്പ് ചേർക്കുന്നത് നമ്മൾ മസാല ഉണ്ടാക്കുമ്പോഴത്തേക്കും ലേശം ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ മസാല പിടിക്കുന്നതല്ലേ. അപ്പോൾ ഇതാ മസാല എല്ലാം ചേർത്തു. ഷെഫ് നന്നായിട്ട് അതൊന്ന് സോട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇപ്പം നമ്മൾ ഏറ്റവും സിമ്മിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഒട്ടും തീയുടെ ആവശ്യമില്ല. ഇത് ചൂട് വേണ്ടല്ലോ, വളരെ കുറഞ്ഞ തീയിലാണ് ഇപ്പം വെച്ചിരിക്കുന്നത്. കഴിഞ്ഞു, ഏകദേശം നമ്മുടെ എല്ലാം കഴിഞ്ഞു അല്ലേ. അപ്പം മാങ്ങ എപ്പോഴാണ് നമ്മൾ ഇടുന്നത്? മാങ്ങ തേങ്ങാപ്പാൽ ഒഴിച്ച് രണ്ടാം പാല് ഒഴിച്ച് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ അല്ലേ മാങ്ങ ഇടുന്നത്. ശരി. ഇപ്പൊ ഇതില് രണ്ടാം പാലാണോ? ഇത് രണ്ടാം പാല. ആദ്യം നമ്മൾ രണ്ടാം പാലിലാണ് ചെയ്യുന്നത്. ശരി, രണ്ടാം പാല് നമ്മൾ ഒഴിക്കുകയാണ്. തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു. അത് നമ്മളൊന്ന് ചെറുതായിട്ട് തിളച്ചാൽ മതി തോന്നുന്നല്ലേ. ഒരുപാട് തിളക്കണ്ടല്ലോ. ഒരുപാട് തിളക്കണ്ട. ഒരു ശരി ഒന്ന് അതിന്റെ ഒരു പച്ചപ്പ് മാറുന്ന പച്ചമണം മാറുമ്പോൾ നമ്മൾ മാങ്ങ ഇടും അല്ലേ. അതെ. അതായത് തിളച്ചു തുടങ്ങി. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി മാങ്ങ ഇടാം. വീണ്ടും കുറച്ച് ഉപ്പ് ചേർക്കുന്നു. അതിനുശേഷം മാങ്ങയും അരി വെച്ചിരുന്ന ഒരു കഷ്ണം തക്കാളി. ഒരു തക്കാളിയുടെ പീസ് ഇടുന്നുണ്ടേ. പിന്നെ കളറൊക്കെ നല്ല ആ ഒരു ഓറഞ്ച് കളർ കണ്ടോ, ഭയങ്കര ഇംപ്രസീവാണ്. കണ്ണിന് നല്ല കാഴ്ചക്ക് നല്ലൊരു, അപ്പം തന്നെ അറിയാം അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഏകദേശം ഗസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുവിധം നല്ല പുളിയുള്ള മാങ്ങ വേണം അല്ലെ. ഇതിന് നമ്മൾ വേറെ പുളിക്കായിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. പുളി ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണെങ്കിൽ ഒരു തക്കാളിയും കൂടി ചേർക്കാം. ഒരു തക്കാളി കുറഞ്ഞ മാങ്ങ ആയതുകൊണ്ട് ഒരു തക്കാളി കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഓരോ സീസണിലും കിട്ടുന്ന മാങ്ങ ഓരോ തരമാണല്ലോ. ചില നല്ല പുളിയുള്ള മാങ്ങയായിരിക്കും ചില സമയത്ത് കിട്ടുന്നത്. അപ്പോൾ അതിനനുസരിച്ച് തക്കാളിയും കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ. പുളി കൂടുതൽ ഇഷ്ടമാണ് ചിലർക്ക്. ചില ഫാമിലിക്ക് പുളി നല്ല പോലെ വേണം. എനിക്കൊക്കെ പുളി ഭയങ്കര കുറവാണ്. എനിക്ക് തീരെ കുറവാണ് ഇഷ്ടം. ഓക്കെ എല്ലാം നല്ല സെറ്റായി. എന്ത് പെട്ടെന്നല്ലേ ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ പറ്റിയേ. ഒരു പണിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ബിഗിനേഴ്സിന് കൊച്ചുകുട്ടികൾക്ക് പോലും, പെൺകുട്ടികൾക്കൊക്കെ ഇപ്പോൾ കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള കൊച്ചു പെൺകുട്ടികൾക്കൊക്കെ വന്നത് അമ്മയൊക്കെ വരുമ്പോഴേക്കല്ലേ, ഫാമിലി അമ്മയൊക്കെ ജോലി കഴിഞ്ഞ് അമ്മ വരുമ്പോഴത്തേക്ക് അമ്മ എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി ഡിഷ് എത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. വലിയ പണിയൊന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നല്ല സൂപ്പറാണ് താനും, അടിപൊളിയാണ് താനും. കാണുമ്പോൾ തന്നെ ഭയങ്കര എനിക്ക് എടുത്ത് കപ്പയുടെ കൂടെ ചോറ്, അപ്പത്തിൻ്റെ കൂടെയാണ് ഇത് ഏറ്റവും. കള്ളപ്പം, വെള്ളയപ്പം അല്ലേ, പാലപ്പം, ഇതെല്ലാം ഇതിൻ്റെ ബെസ്റ്റാണ്. അപ്പം നമ്മൾ ഇനി ഇത് ഓഫ് ചെയ്തിട്ടാണോ ഒന്നാം പാൽ ഒഴിക്കുന്നത് അതോ? ഇത് ഓഫ് ചെയ്തിട്ടും ഒഴിക്കാൻ കുഴപ്പമില്ല. അതിൻ്റെ ഒരു പച്ചപ്പ് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ രണ്ടാം പാല് കുറുകിയിട്ടുണ്ട് കേട്ടോ. രണ്ടാം പാല് നമ്മൾ ഒഴിച്ചത് കുറുകണം. ആ തിളച്ച് ഈ മാങ്ങയും മീനും ഇട്ട് വെന്തു. ആ മീനിൻ്റെ ബാക്കി ഒരു 1/4 ഭാഗം കൂടെ വേവാനുണ്ടായിരുന്നല്ലോ. അതിങ്ങനെ കിടന്ന് ആ മസാലയെല്ലാം കൂടെ അങ്ങോട്ട് പിടിച്ച് മൊത്തം അതിലായിട്ടുണ്ടല്ലേ നല്ലേ. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഒന്നാം പാല് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക. ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. ആവശ്യത്തിന് നമ്മൾ ഒഴിച്ചു. ഇപ്പം നമ്മളൊരു 3-4 കരിമീൻ ഉണ്ടായിരുന്ന ഇത് മുഴുവൻ നമ്മളല്ലേ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ. ഇതിപ്പോൾ ഇതാ ഒരു ഫിഷിന് പാകത്തിനുള്ള ഗ്രേവി ഇതാണ്. ഇനി നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർക്കും അല്ലേ. ഇത് ഇനി വേണം ഉപ്പ് നോക്കിയിട്ട് പാകത്തിനാണെങ്കിൽ ചേർക്കാം. ഇതിപ്പം ഞാൻ രണ്ടാമത് പാല് നമ്മൾ ഒഴിച്ചല്ലോ. അപ്പോൾ ഒരു ഉപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് വ്യക്തമല്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഷെഫിൻ്റെ സ്പെഷ്യൽ പ്രിയപ്പെട്ട വിഭവം അല്ലേ. പ്രേക്ഷകർ എന്താ പറയണ്ട, വീണ്ടും വീണ്ടും ഓർഡർ കൊടുക്കുന്ന, കഴിക്കാൻ ആഗ്രഹിച്ച് വരുന്ന
ഒരു പ്രത്യേക വിഭവമാണ് കരിമീൻ തേങ്ങാപ്പാൽ ഒഴിച്ച കറി അല്ലേ. ഇത് ഒറ്റ വാർഡിൽ പറയണേ കരിമീൻ പാൽക്കറി അങ്ങനെ പറയാം. അപ്പം അതിലാവശ്യത്തിന് ഉപ്പും ചേർത്തു. നമുക്കൊരു പ്ലേറ്റ് ചെയ്യാം. റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ. അപ്പോൾ ഇതാ നമ്മുടെ വെരി 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 സ്പെഷ്യൽ മീരാസ് കിച്ചൻ്റെ കരിമീൻ പാൽക്കറി റെഡി ആയിട്ടുണ്ട്. ഷെഫ് പറഞ്ഞ പോലെ കരിമീൻ അല്ലാതെ വേറെ ഏതെങ്കിലുമൊക്കെ ഫിഷ് നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ ഇതിൽ അല്ലേ, ഫ്രൈ ചെയ്തത്. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എനിക്ക് ഇതിൻ്റെ മണം വന്നിട്ടുണ്ടെങ്കിലേ കുറച്ച് നേരമായിട്ട് ഞാൻ കൺട്രോൾ ചെയ്ത് നിൽക്കുമോ ഒന്ന് നോക്കട്ടെ. ഷെഫ് ഇതിൽ അത് ആ മാങ്ങയൊക്കെ നല്ല ഇങ്ങനെ സെമി കുക്ക്ഡായിട്ട് കിടപ്പുണ്ട്. ആ മാങ്ങയൊക്കെ കടിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും, തക്കാളിയും എല്ലാം. രക്ഷയില്ല. എനിക്കിപ്പോൾ ഒരു 2 അപ്പം കൂടെ കിട്ടിയാൽ ഞാനിതിപ്പോൾ തീർന്നു തരാം. അത്രയും സൂപ്പറായിട്ടുണ്ട്. എല്ലാം അങ്ങോട്ടും നല്ല സെറ്റായിട്ട് എല്ലാം ജോയിൻ ചെയ്തിട്ട് എല്ലാം ഇതിനകത്തൊരു മിക്സ് ആയിട്ടുണ്ട്. തേങ്ങാപ്പാലിൻ്റെ രുചിയാണ് എനിക്ക് നല്ല, ഞാൻ ഗ്യാരണ്ടി പറയുന്നു, പാലിലുണ്ടാക്കിയാൽ ഒരിക്കലും ശരിയാവില്ല. തേങ്ങാപ്പാലിൻ്റെ ആ തിക്നെസ്സും ആ ടേസ്റ്റും അത് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്പെഷ്യലാണ് കരിമീൻ പാൽക്കറിയും. അപ്പോൾ ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഞാൻ ഷെഫിന് കൊടുക്കുന്നു, ഷെഫ് ആൻ്റണിക്ക്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അടുത്ത ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ഷെഫ് ആൻ്റണിയും ഞാനും വിട പറയുന്നു.